ഹലോ മൈ കുട്ടി ബേക്കേഴ്സ്. നമുക്കിന്ന് ഈ എഡിബിൾ ലേസ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. എൻ്റെ പേര് ടീനു. കേക്ക് സ്മിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1/4 കപ്പ് ചൂടുവെള്ളം, അത്യാവശ്യം നല്ല ചൂട് വേണം. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പ്ലസ് 1/4 ടീസ്പൂൺ CMC പൗഡർ. ടൈലോസ് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൈലോസ് ആണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. CMC മിക്സായി കിട്ടാൻ കുറച്ച് പാടാണ്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കോൺ സിറപ്പ്. കോൺ സിറപ്പ് CMC എല്ലാം ബേക്കിംഗ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ കിട്ടും കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഒട്ടും കട്ട കൂടാണ്ട് CMC നന്നായിട്ട് കലങ്ങി കിട്ടണേ. നമുക്ക് വേണമെങ്കിൽ ഫോർക്ക്, സ്പാച്ചുല, വിസ്ക് ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. CMC വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ, അല്ലെങ്കിൽ ഐസിങ് ഷുഗറിന് പകരം പൗഡേർഡ് ഷുഗർ ആയാലും മതി. ഞാനിവിടെ പൗഡേർഡ് ഷുഗറാണ് എടുത്തത്. നല്ല ഫൈൻ പൗഡർ ആയിരിക്കണേ. പൗഡർ ഷുഗറും കോൺഫ്ലോറും നന്നായിട്ട് അരിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗോൾഡൻ ലേസ് ആണ് ഉണ്ടാക്കുന്നത്. ഗോൾഡൻ ഡസ്റ്റ് വെച്ച് മാത്രം നമുക്ക് ഗോൾഡൻ കളർ കിട്ടത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഒരു ഡ്രോപ്പ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഷെഫ് മാസ്റ്ററിൻ്റെ ഗോൾഡ് കളർ കിട്ടും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ 1 ടീസ്പൂൺ ഡസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്, പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ല. പിന്നെ ഞാൻ കുപ്പിയോട് കൂടി അങ്ങ് കമത്തി. അപ്പം നിങ്ങൾക്ക് എന്തോരം കളർ വേണോ അതിനനുസരിച്ച് എഡിബിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല സ്പ്രെഡബിൾ കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. ഇനി അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആകും. എന്നാലും നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം. ഇനി കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോൺഫ്ലോർ, ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്താൽ മതി. ഇനി കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് ലേസ് മാറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുമ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരാതെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഡിമോൾഡ് ചെയ്തെടുക്കുമ്പം ആ ഒരു ഗ്യാപ്പ് ലേസിലും വരും. ഞാനിത് ഒരു നൈറ്റ് ഫുള്ള് വെച്ചാണ് ഡ്രൈ ആക്കി എടുത്തത്. നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഓവൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓവനിൽ വെച്ചും ഡ്രൈ ആക്കാം. ഗോൾഡൻ ഒക്കെ ആകുമ്പം കളറിന് ചെറിയൊരു മങ്ങലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ മാറ്റ് നമ്മൾ ബേക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പിൽ കാണും, അവിടെ അവൈലബിൾ ആണ്. ഞാനും അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. എഡിബിൾ ലേസ് മാറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മളിത് ഡിമോൾഡ് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. സൂക്ഷിച്ച് വേണം ഡിമോൾഡ് ചെയ്തെടുക്കാൻ, പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ കേക്ക് ഡെലിവറി ചെയ്യേണ്ട ദിവസം തന്നെയാണ് ഈ ലേസ് ഡിമോൾഡ് ചെയ്യുന്നത്. ദൈവം സഹായിച്ച എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങളും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ലേസ് വെക്കാൻ പോകുന്ന കേക്കും നന്നായിട്ട് ഫിനിഷ് ചെയ്ത് സെറ്റായിരിക്കണം. കേക്ക് നമ്മൾ തലേദിവസം തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കണം. സെറ്റായിരിക്കുന്ന കേക്കിനകത്തേക്ക് ലേസ് എടുത്ത് വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ഒരു ഫിനിഷിങ് ലുക്കും കിട്ടത്തില്ല. ഇതൊരു വെഡ്ഡിംഗ് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. സിമ്പിൾ ലുക്ക് മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴത്തേത് ഡമ്മയാണ്, മുകളിൽ 1 kg വാനില കേക്കായിരുന്നു. 8 ഇഞ്ചിൻ്റെ ഡമ്മയും 6 ഇഞ്ചിൻ്റെ കേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും ഞാൻ റിപ്ലൈ തരും. ചിലപ്പം കുറച്ച് ലേറ്റ് ആകുമായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ഹെൽപ്ഫുൾ ആണോ അല്ലയോ, റെസിപ്പീസ് സക്സസ് ആയോ അല്ലയോ എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടിട്ടാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.